ഒരു കുഞ്ഞ് ലഞ്ച് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് ഇതായി വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അപ്പോൾ കുറച്ച് പോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ അതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, അതിന് ശേഷം അതിനൊന്ന് വേവിച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തൈര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഇളം ചൂടുള്ള പാലിലേക്ക് ഓൾറെഡി ഉള്ള കുറച്ച് തൈര് എടുത്തിട്ട് അങ്ങനെ തൈര് ആക്കി അതും അവിടെ സെറ്റാക്കി വെച്ച്. പിന്നെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. സാമ്പാർ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കൂലായിരുന്നു. ഇവിടെ വാവാച്ചിക്ക് ഒരൊറ്റ നിർബന്ധം സാമ്പാർ വേണമെന്ന്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പൊടി സാമ്പാർ ഉണ്ടാക്കി, തേങ്ങ വറുത്തൊന്നും അരക്കാണ്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി. വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചിട്ട് ഒരു സാമ്പാറും ഉണ്ടാക്കി. പിന്നെ ഇതാ ചെറിയുള്ളി പൊളിക്കലാണ് ഭയങ്കര പണിയുള്ള പരിപാടി. നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അപ്പോൾ പരിപ്പിനെ ഞാൻ വേറെ തന്നെ വേവിച്ചിട്ട് അങ്ങനെ ആക്കുക ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കുക ചെയ്യൽ. ഇത് പിന്നെ കുക്കറിൽ എല്ലാം കൂടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഹെഡ് മസാജൊക്കെ കിട്ടി. അങ്ങനെ സാമ്പാർ റെഡിയായി. പിന്നെ ഇതാ നമ്മളെ പോത്ത് നല്ല സൂപ്പറായിട്ട് ബന്ധിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ആക്കി വന്നിട്ട് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച അത്രയും അങ്ങ് സെറ്റായിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചിങ്ങനെ എന്താ പറയുക, നനവുള്ളതുപോലെ ആയിപ്പോയി. അത് ഉള്ളി കൂടിപ്പോയിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേങ്കിൽ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാനിങ്ങനെ എടുത്ത് കഴിക്കേണ്ട രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നേ. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ തൈരും ഒരു 8 മണിക്കൂറിന് ശേഷം തൈരും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.